ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അപ്രിസിയേഷൻ ഓഫ് പോയം. പോയത്തിൻ്റെ അപ്രിസിയേഷൻ എന്തായാലും 5 മാർക്കിന് ചോദിക്കും, ഷുവറാണ്. ഏത് അപ്രിസിയേഷനാണ് ചോദിക്കുന്നതെന്ന് നാളത്തെ വീഡിയോയിൽ വരും. അപ്പോൾ നമുക്ക് മൊത്തം 5 അപ്രിസിയേഷനാണ് പഠിക്കാനുള്ളത്. ഫ്രണ്ട്സ്, റോമൻസ് കൺട്രിമാൻ, സീഡ്ലിംഗ്, പിന്നെ അതേപോലെ തന്നെ വൈൽഡ് സോൺസ് അറ്റ് കൂൾ, മിറർ, അതേപോലെ തന്നെ പിന്നെ ഏതാണ് അനദർ ഡേ ഇൻ പാരഡൈസ് ആണ്. ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണമേ അപ്രിസിയേഷനുമായിട്ട് വരാറുള്ളൂ. അപ്രിസിയേഷൻ എന്താണ് സെക്കൻഡ് ഒരു പോയത്തിൻ്റെ വരികൾ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമല്ലോ, ആ ഒരു ഭാഗത്തായിട്ടാണ് അപ്രിസിയേഷൻ നമ്മൾ സാധ്യത കാണുന്നത്. അപ്രിസിയേഷൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതണമെന്ന് പറയാം. മിനിമം ഒരു 3 പാരഗ്രാഫ് എങ്കിലും ഒരു അപ്രിസിയേഷനിൽ വേണം, മിനിമം. ആ ഒരു 3 പാരഗ്രാഫിൻ്റെ ഫസ്റ്റിൽ വേണ്ടത് പൊയറ്റിനെ പറ്റിയും അല്ലെങ്കിൽ ആ ഒരു പൊയത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് വേണം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിലെ ഫുൾ കാര്യങ്ങൾ, അത് നടക്കുന്നതെല്ലാം വേണം. തേർഡ് കൺക്ലൂഷനും അതേപോലെ തന്നെ അതിലെ ഗ്രാമാറ്റിക് എന്ന് വെച്ചാൽ അത് പെർസോണിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പെർസോണിഫിക്കേഷൻ, മെറ്റഫർ ഉണ്ടെങ്കിൽ മെറ്റഫർ, അങ്ങനെ ഗ്രാമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം തേർഡ് പാരഗ്രാഫിൽ വേണം. നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് ഫ്രണ്ട്സ്, റോമൻസ് കൺട്രിമാൻ. അതെന്താണ്? വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന ഒരു പ്ലേയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അല്ലേ. നമുക്കറിയാം വില്യം ഷേക്സ്പിയർ എന്ന് വെച്ചാൽ നമ്മളുടെ വേൾഡ് വൈഡായിട്ടുള്ള ഒരു ഫേമസ് പ്ലേ റൈറ്ററാണ് വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിൻ്റെ ഒത്തിരി പ്ലേ ഉണ്ട്. അതിലൊരു പ്ലേ ആണ് ഇത്. In this part, Mark Antony speaks at Caesar's funeral and tries to change the mind of Roman people. സീസർ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഒരു ലീഡർ ഉണ്ടായിരുന്നു, ഒരു ചെറിയ പ്രദേശത്തെ ലീഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺസ്പിറേറ്റേഴ്സ്, സഹപാർത്തികളുടെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ ബ്രൂട്ടസ് അദ്ദേഹത്തെ കൊന്നു. സീസറിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് മാർക്ക് ആൻ്റണി. ആൻ്റണി ആ ഒരു സത്യം വെളിപ്പെടുത്താൻ വേണ്ടി സീസറിൻ്റെ ഫ്യൂണറൽ എന്ന് വെച്ചാൽ ആ ഒരു ശവസംസ്കാര സമയത്ത് അവിടെ വരികയാണ്. ആ റോമൻ ജനതയെ ആ സത്യത്തെ പറ്റി ഉൾക്കൊള്ളിച്ച് അവരുടെ മനസ്സ് മാറ്റാൻ ആ ബ്രൂട്ടസാണ് കൊന്നതെന്ന് ഒരു ഇൻഡയറക്റ്റ്ലി വേയിലാണ് പറയുന്നത്. ഡയറക്റ്റ് അങ്ങ് പറയുമല്ല, ബ്രൂട്ടസാണ് കൊന്നതെന്ന് ഡയറക്റ്റ് പറയുമല്ല, ഒരു ഇൻഡയറക്റ്റ്ലി വേയിലാണ് പറയുന്നത്. The main theme of this extract is loyalty versus betrayal and truth versus. ഇതിൻ്റെ മെയിൻ തീം എന്ന് വെച്ചാൽ ഒരു ഡയറക്റ്റ് അങ്ങ് പറയുമല്ല, ഒരു സത്യസന്ധതയോടെ അദ്ദേഹത്തെ ഇൻഡയറക്റ്റ്ലി ആയിട്ട് കുറ്റപ്പെടുത്തുകയാണ് അല്ലേ. ആൻ്റണി ഷോസ് ഹിസ് ലോയൽറ്റി ടു സീസർ ആൻഡ് പ്രൂവ്സ് ദാറ്റ് സീസർ വാസ് നോട്ട് അംബീഷ്യസ്. ആൻ്റണി അദ്ദേഹത്തെ പ്രിയപ്പെട്ട സീസർ സത്യസന്ധനാണെന്നും അംബീഷ്യസ് അധികാരമോഹി അല്ലെന്നും അദ്ദേഹം തെളിയിക്കുകയാണ്, ഒരു പ്രൂവ് ചെയ്യുകയാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് തീം ഈസ് ദ പവർ ഓഫ് സ്പീച്ച്. അദ്ദേഹത്തിൻ്റെ സ്പീച്ച്, ആ ഒരു സ്പീച്ചിലൂടെയാണ് ആളുകൾ മയങ്ങിയത്. ആ ഒരു സ്പീച്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ പവറാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മാർക്ക് ആൻ്റണിയുടെ. ആൻ്റണി യൂസസ് ഹിസ് വേർഡ്സ് ക്ലവർലി ടു ടേൺ ദ പീപ്പിൾ അഗെയിൻസ്റ്റ് ബ്രൂട്ടസ്. ആൻ്റണിയുടെ ആ ഒരു സ്പീച്ച്, ആ ഒരു വേർഡ്സാണ് ആളുകളെ ബ്രൂട്ടസിനും അതേപോലെ തന്നെ കോൺസ്പിറേറ്റേഴ്സ് സഹപാർത്തികളെയും അവർക്കെതിരായിട്ട് ആരെ മാറ്റി? ആളുകളെ ആര് മാറ്റി? ആൻ്റണി മാറ്റി. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു ലൈൻ എന്തായാലും ഈ അപ്രിസിയേഷനിൽ വേണം. നെക്സ്റ്റ്, വൺ ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് യൂസ്ഡ് ഹിയർ ഈസ് റെപ്പറ്റീഷൻ. ഈ ഒരു പോയത്തിൽ ഇവിടെ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്ന റെപ്പറ്റീഷനാണ്, റിപ്പീറ്റായിട്ട് വരും അല്ലേ. ബ്രൂട്ടസ് ഈസ് എ ഹോണറബിൾ മാൻ, അല്ലെങ്കിൽ സീസർ ഈസ് എ ഹോണറബിൾ മാൻ, ഇങ്ങനെ വീണ്ടും റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു റെപ്പറ്റീഷൻ ഇവിടെ ആൻ്റണി പറയുന്നുണ്ട് അല്ലേ. അതൊരു ഗ്രാമാറ്റിക്കാണ്. അറ്റ് ഫസ്റ്റ് ഇറ്റ് സൗണ്ട്സ് ലൈക്ക് പ്രൈസ് ബട്ട് ലേറ്റർ ഇറ്റ് ബിക്കെയിംസ് ക്ലിയർ. ആദ്യമേ പുകഴ്ത്തിക്കൊണ്ടൊക്കെയാണ് പറഞ്ഞത്, പിന്നെ ആളുകൾക്ക് മനസ്സിലായി ഒരു ഇൻഡയറക്റ്റ്ലി വേയിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരികയാണ്. അതുവരെ രണ്ടാമത്തെ ഒരു ഗ്രാമാറ്റിക്കാണ് റിത്തോറിക്കൽ ക്വസ്റ്റ്യൻ. റിത്തോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ മറ്റൊരു ഉത്തരമില്ലാത്ത ചോദ്യമാണ്. അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്, ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്. ഇതാണോ സീസറിൻ്റെ അംബീഷ്യസ് ആക്കിയത്? ഇതാണോ എന്ന് വെച്ചാൽ അല്ല എന്നൊരു ഉദ്ദേശത്തോടെയാണ് ആരവിടെ മാർക്ക് ആൻ്റണി പറയുന്നത്. അതൊരു റെത്തോറിക്കൽ ക്വസ്റ്റ്യനാണ്. അതേപോലെ തന്നെ വാസ് ദീസ് അംബീഷ്യസ്, ഇതാണോ അവനെ അത്യാഗ്രഹമോഹിയാക്കിയത് എന്നൊക്കെ റിത്തോറിക്കൽ ക്വസ്റ്റ്യൻ എക്സാമ്പിളാണ്. ദീസ് ക്വസ്റ്റ്യൻ മേക്ക് ദ പീപ്പിൾ തിങ്ക്
ആൻഡ് ഡൗട്ട് ബ്രൂട്ടസ്. ഈ ഒരു ചോദ്യങ്ങളാണ് ആളുകൾ ബ്രൂട്ടസിനു നേരെ തിരിയാൻ കാരണം. അന്നേരം ആളുകൾക്ക് എന്താണ് സംശയം വന്നു. ആൻ്റണി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കിങ് ആണ്. ആ ഒരു കിങ് പറയുകയാണെങ്കിൽ അതിൽ കൂടുതൽ അവർക്കില്ല. അന്നേരം വിശ്വാസമായി. ദർ ഈസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ വാട്ട് ബ്രൂട്ടസ് സേസ് ആൻഡ് വാട്ട് ആൻ്റണി പ്രൂവ്സ് ത്രൂ ദീസ് എക്സാമ്പിൾ. ഇതിലൂടെ എല്ലാം അവർക്ക് മനസ്സിലായി. ദ ലൈൻസ് മൈ ഹേർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദർ വിത്ത് സീസർ. ആ അവസാനം പറയുന്നുണ്ടല്ലേ, എൻ്റെ ഹൃദയം സീസറിൻ്റെ കൂടെ കോഫിനിലാണ്, ശവപ്പെട്ടിയിലാണെന്ന് ആര് പറയുന്നു? ആൻ്റണി പറയുന്നു. ഇതൊരു സ്ട്രോങ് ഇമേജറിയാണ്. നെക്സ്റ്റ്, ദിസ് ഷോസ് ഹൗ ഡീപ്ലി ആൻ്റണി ലവ് സീസർ. ഇതെന്താണ്, ആൻ്റണിക്ക് എത്രത്തോളം സീസറിന് സ്നേഹമുണ്ട് എന്ന് ഈ വരിയിലൂടെ തെളിയുന്നു. ദിസ് ഇമോഷണൽ ഇമേജ് ടച്ചസ് ദ ഹെഡ്സ് ഓഫ് ദ ലിസണേഴ്സ്. ഇത് കേൾവിക്കാരുടെ എന്താണ് ഈ ഒരു ഇമോഷൻ അവരെ തട്ടുന്നു. എന്നിട്ട് ലാസ്റ്റ് വരിയിൽ എന്താണ് എഴുതണം, ദ മെസ്സേജ് ഓഫ് ദിസ് എക്സ്ട്രാക്ട് ഈസ് ദ ട്രൂത്ത് കനോട്ട് ബി ഹിഡൻ ഫോർ ലോങ്. എന്താണ്, ഒരു കള്ളം ഒത്തിരി നാളെന്താണ് മറച്ചു വെക്കാൻ സാധിക്കത്തില്ലെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് തെളിയുന്നത്. ആൻ്റണി ഷോസ് ദാറ്റ് സീസർ വാസ് ഗുഡ് ആൻഡ് എ കൈൻഡ് മാൻ ആൻഡ് ദാറ്റ് ദ കോൺസ്പിറേറ്റേഴ്സ് വെർ റോങ്. എന്താണ്, സീസർ ഒരു നല്ല വ്യക്തിയാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ എന്താണ് മോശമായിരുന്നു. ദ സ്പീച്ച് ആൾസോ ടീച്ചേഴ്സ് അസ് ദാറ്റ് ദ വേർഡ്സ് ആർ വെരി പവർഫുൾ. ഓരോരുത്തരുടെ വാക്കുകളാണ് ശക്തിയേറിയതെന്ന് ഈ ഒരു സ്പീച്ച് നമ്മളെ മനസ്സിലാക്കുന്നു. ആൻഡ് ക്യാൻ ചേഞ്ച് പീപ്പിൾസ് തോട്ട് ആൻഡ് ഫീലിംഗ്. അത് ആളുകളുടെ ഫീലിങ്സിനെയും തോട്ട്സിനെയും എല്ലാം മാറ്റാം. ദിസ് എക്സ്ട്രാക്ട് ഈസ് വെരി എഫക്റ്റീവ് ആൻഡ് മൂവിങ്. ഇതെന്താണ്, വളരെ എഫക്റ്റീവാണ്. ഇറ്റ് ഷോസ് ആൻ്റണി ഇൻ്റലിജൻസ്, ഹിസ് ലവ് ഫോർ സീസർ ആൻഡ് സ്കിൽ ആസ് ഗ്രേറ്റ് സ്പീക്കർ. ഒരു സ്പീക്കറായിട്ടുള്ള ആ ഒരു സ്പീച്ച് നടത്താനുള്ള ഒരു നല്ല വ്യക്തിയായിട്ട്, അതേപോലെ തന്നെ സീസറിനെ ഇഷ്ടമുള്ള ഒരാളായിട്ടും, അല്ലെങ്കിൽ ആൻ്റണിയുടെ ഇൻ്റലിജൻസ് ബുദ്ധിശക്തിയുമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് എന്തായാലും 5 മാർക്ക് എന്തായാലും ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും. 5 മാർക്ക് നിങ്ങളുടെ പോകത്തില്ല, ഷുവറാണ്. ഈ ഒരു 5 മാർക്ക് നിങ്ങൾ ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. രണ്ടാമത്തെയാണ് ദ സീഡ്ലിംഗ്. അങ്ങനെ ചോദിച്ച് കാണാത്ത ഒരു അപ്രിസിയേഷനാണ്. സീഡ്ലിംഗ് ഇടയ്ക്ക് 2 വട്ടം അങ്ങാണ്ട് ചോദിച്ചിട്ടുള്ളതാണ്, അതിനതും ഇമ്പോർട്ടൻ്റ് ആണ്. സീഡ്ലിംഗ്. ദ പോയം സീഡ്ലിംഗ് ബൈ പോൾ റോളൻസ് ഡുൻബർഗ്. PL ഡുൻബർഗ് എന്നൊരു വ്യക്തി എഴുതിയ ഒരു പോയമാണ് ഏത്, സീഡ്ലിംഗ്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് എന്നാണ് അർത്ഥമല്ലേ. അന്നേരം ഒരു വിത്തിനെ മനുഷ്യൻ്റെയും അതേപോലെ തന്നെ അവരുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പോയറ്റ് എഴുതിയേക്കുന്നത്. PL ഡുൻബർഗ് ഡിസ്ക്രൈബ്സ് ഹൗ എ സ്മാൾ സീഡ് സ്ലോലി ഗ്രോസ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. എങ്ങനെ ഒരു കുഞ്ഞ് ചെടി അത്രയും മനോഹരമായ ഒരു ഫ്ലവർ പൂവായിട്ട് മാറുന്നു. ആൻഡ് യൂസസ് ദിസ് ഗ്രോത്ത് ടു ടീച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് ലെസൺ എബൌട്ട് ലൈഫ്. ജീവിതത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠം പഠിപ്പിക്കാനും വേണ്ടിയാണ് കവി ഈ ഒരു സീഡ്ലിംഗ് എന്ന ഒരു കവിത എഴുതിയത്. ദ മെയിൻ തീം ഓഫ് ദ പോയം ഈസ് ഹാർഡ് വർക്ക്. ഈ ഒരു പോയത്തിൻ്റെ മെയിൻ തീം എന്ന് വെച്ചാൽ അതേപോലെ ഹാർഡ് വർക്കും അതേപോലെ തന്നെ പെർസിവറൻസ്, കൃതജ്ഞതയുമാണ് ഇതിലെ മെയിനായിട്ടുള്ള കാര്യം. ഹാർഡ് വർക്കും കഠിനാധ്വാനവും അതുപോലെ തന്നെ പെർസിവറൻസുമാണ് ഇതിലെ മെയിനായിട്ടുള്ള തീം. ആസ് ദ വീക്ക് സീഡ്ലിംഗ് ട്രൈസ് ടു ഇറ്റ്സ് ബെസ്റ്റ് ടു നെവർ ഗീവ് അപ്പ്. ഒരു വീക്കായിട്ടുള്ള സീഡ്ലിംഗ് ആണെന്ന് അത് തന്നെ പറയുന്നുണ്ട് അല്ലേ. അതതിൻ്റെ ഏറ്റവും മികച്ചതായിട്ട് അതിന് കഴിയാവുന്നതിൻ്റെ പരമാവധി അതവിടെ ചെയ്യുന്നു എന്നതാണ് അല്ലേ. നെക്സ്റ്റ്, ദ പോയറ്റ് ക്രിയേറ്റ്സ് ക്ലിയർ ഇമേജറി ഓഫ് ദ സീഡ് ഗ്രോയിങ് ഇൻ ദ സോയിൽ. ആ ഒരു സീഡ് മണ്ണിൽ നിന്ന് മുളച്ച് അല്ലെങ്കിൽ അത് പുഷിങ് പുറത്തു വരാൻ ശ്രമിക്കുന്നതെല്ലാം ആ ഒരു ഇമേജറി നമ്മളുടെ ഉള്ളിൽ അത് കൊണ്ടുവരുന്നു കവി. ലീവ്സ് എൻജോയിങ് സൺഷൈൻ ആൻഡ് റെയിൻ. മഴ ആസ്വദിക്കുന്നതും സൂര്യപ്രകാശം ആസ്വദിക്കുന്നതും എന്നിട്ട് ഒരു ഫ്ലവറായിട്ട് മാറുന്ന ആ ഒരു ഇമേജറി എല്ലാം കവിക്ക് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. ഹി യൂസസ് പെർസോണിഫിക്കേഷൻ ബൈ മേക്കിംഗ് ദ സീഡ്ലിംഗ് ടാക്ക്. സീഡ്ലിംഗ് സംസാരിക്കുന്നതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പെർസോണിഫിക്കേഷനാണ്. ആൻഡ് തിങ്ക് ലൈക്ക് എ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുകയും ചെയ്യുന്നു. അതെല്ലാം കവി അവിടെ കൊടുത്ത ഒരു പെർസോണിഫിക്കേഷനാണ്. പെർസോണിഫിക്കേഷൻ എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ സീഡ്ലിംഗ് സംസാരിക്കുന്നത് അതേപോലെ തന്നെ മനുഷ്യരെ പോലെ തിങ്ക് ചെയ്യുന്നതും എല്ലാമാണ് പെർസോണിഫിക്കേഷൻ എക്സാമ്പിൾ. നെക്സ്റ്റാണ് ദ സീഡ്ലിംഗ് ഈസ് എ സിമ്പിൾ ഓഫ് എ ചൈൽഡ്. സീഡ്ലിംഗ് ഒരു കുട്ടിയുടെ സിമ്പിളാണ് അല്ലേ. ഹൂ ഗ്രോസ് ത്രൂ എഫോർട്ട് ആൻഡ് ഗുഡ് ബിഹേവിയർ. നല്ല ശീലത്തോടെയോ അതേപോലെ തന്നെ
എഫോർട്ടിലൂടെയും വളരുന്ന ഒരു കുട്ടിയുടെ സിമ്പലാണ് ഈ സീഡ്ലിംഗ്. ദ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് ദാറ്റ് എവരി വൺ ഷുഡ് ആൾവേസ് ഡു ദെയർ ബെസ്റ്റ്. എന്താണ് ഇതിൽ തരുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ നമുക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി ചെയ്യണം. അതേപോലെ തന്നെ ബി പേഷ്യൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ശാന്തനായിരിക്കണം. അതേപോലെ തന്നെ നെവർ ലോസ് ഹോപ്പ്, നമ്മളുടെ ആശ കളയല്. ബിക്കോസ് ഹാർഡ് വർക്ക് വിൽ ഫൈനലി ലീഡ് ടു സക്സസ് ആൻഡ് ഗുഡ്നെസ്. നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് തന്നെ എന്താണ് നല്ലതുണ്ടാവും. സക്സസ്, വിജയം എന്തായാലും ഉറപ്പാണ്. ഇതിൽ നിന്നും ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്കെങ്കിൽ 5 മാർക്ക്, അല്ലെങ്കിൽ 4 മാർക്കെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. നെക്സ്റ്റാണ് അനദർ ഡേ ഇൻ പാരഡൈസ്. നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. അനദർ ഡേ ഇൻ പാരഡൈസിൽ നിന്നായിരുന്നു മോഡൽ ചോദിച്ചത്. അതിനാൽ പബ്ലിക്കിന് ചോദിച്ചൂടാന്നില്ല, ചിലപ്പോൾ ചോദിക്കാം. എന്തായാലും നോക്കാം. അനദർ ഡേ ഇൻ പാരഡൈസ് ബൈ ഫിൽ കോളിൻസ് ഷോസ് ദാറ്റ് ദ സാഡ് ലൈഫ് ഓഫ് ആൻ പുവർ ഹോംലെസ് വുമൺ. എന്താണ്, ഒരു വീടില്ലാത്ത ഒരു സ്ത്രീയുടെ ദുരന്തകരമായ ഒരു ജീവിതത്തെ പറ്റിയാണ് കവി ഫിൽ കോളിൻസ് പറയുന്നത്. കവിയുടെ പേര് എന്തായാലും എഴുതിയാൽ അവിടെ 1 മാർക്ക് കിട്ടും. ഒന്നും അറിയത്തില്ല, ഇങ്ങനെ എഴുതണം. ദ പോയം അനദർ ഡേ ഇൻ പാരഡൈസ് ഈസ് റിട്ടൺ ബൈ ഫിൽ കോളിൻസ് എന്ന് എഴുതിയാൽ അവിടെ അവർക്ക് മനസ്സിലാവും, പാഠം വായിച്ചിട്ടുണ്ടെന്ന് തുടക്കത്തിലേ മനസ്സിലാവും. അതിനാൽ ഇത് എഴുതാതിരിക്കല്ലേ. ഷോസ് ദാറ്റ് ദ സാഡ് ലൈഫ് ഓഫ് ആൻ ഹോംലെസ് വുമൺ, ഒരു വീടില്ലാത്ത ഒരു സ്ത്രീയുടെ ദുരന്തകരമായ ജീവിതത്തെയാണ് പറയുന്നത്. ആൻഡ് ദ കെയർലെസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ റിച്ച് പീപ്പിൾ, അവരോടെന്താണ്, ധനികരായുള്ള വ്യക്തികൾക്ക് അവരോടെ ആ ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡിനെയുമാണ് പറയുന്നത്. ദ മെയിൻ തീം ഓഫ് ദ പോയം ഈസ് സോഷ്യൽ ഇൻഇക്വാലിറ്റി, സാമൂഹിക വിവേചനമാണ് ഇവിടെ വെളിപ്പെടുന്നത്. എന്നാൽ പുവർ റിച്ച് എന്ന ആ ഒരു ഡിഫറൻസ് ആണ് അവിടെ കാണുന്നത്. ആൻഡ് ഹ്യൂമൻ ഇൻഡിഫറൻസ്, മനുഷ്യരെ തന്നെ വേർതിരിച്ചേക്കുകയാണ്. അതുമാണ് ഈ ഒരു പോയത്തിൻ്റെ മെയിൻ തീം. The poet describes how the woman asks for help but people ignore her and walk away. എങ്ങനെയാണ് ആ ഒരു സ്ത്രീ അവരോട് അഭയം തേടുന്നത്, പക്ഷെ അഭയം തേടുമ്പോഴും പണക്കാരായ ആളുകൾ അവരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇഗ്നോർ ചെയ്തുകൊണ്ട് ദൂരേക്ക് നടന്നു പോവുകയാണ്. ദ ഇമേജറി ഓഫ് എ വുമൺ ക്രൈയിങ്, ആ ഒരു സ്ത്രീ കരയുന്നത് ഇമേജറിയാണ്. ഹാവിങ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ഹെർ ഫീറ്റ് ആൻഡ് സ്റ്റാൻഡിങ് അലോൺ ഇൻ ദ കോൾഡ് ക്രിയേറ്റ്സ് എ ക്ലിയർ ആൻഡ് ടച്ചിങ് പിക്ചർ. ആ ഒരു തണുപ്പത്തും അവർ നിൽക്കുന്നതെല്ലാം നമ്മളുടെ ഉള്ളിൽ ഇമേജറി ആര് കൊണ്ടുവരുന്നു, കവി കൊണ്ടുവരുന്നു. ദ പോയറ്റ് യൂസസ് റിപ്പറ്റീഷൻ ഓഫ് ദ ലൈൻ ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. എനിക്കും നിനക്കും സ്വർഗത്ത് ഒരു ദിവസമായിരിക്കും എന്നത് ആ ഒരു ലൈൻ ഇവിടെ റെപ്പറ്റീഷനാണ്. ഇതൊരു ഗ്രാമാറ്റിക്കാണ്. To remind us again and again that while some people suffer, others live comfortably without caring. ചില വ്യക്തികൾ ദുരന്തത്തിൽ കഴിയുകയാണ്. അവരെ സഹായിക്കാതെ മറ്റുള്ളവർ സുഖ സൗകര്യങ്ങളിൽ കിടക്കുകയാണ്. He also uses rhetorical questions like is there nothing more anybody can do. ഇവിടെ rhetorical questionസും ഉണ്ട്. ഈസ് ദെയർ നത്തിങ് മോർ എനിബഡി ക്യാൻ ഡു, ഇതിൽ കൂടുതൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതൊക്കെ. ടു മേക്ക് ദ റീഡേഴ്സ് തിങ്ക് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി, വായനക്കാരെ അവരുടെ ഉത്തരവാദിത്വത്തെ പറ്റി ഉണർത്താൻ വേണ്ടി അല്ലേ. ദ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് ദാറ്റ് വി ഷുഡ് നോട്ട് ഇഗ്നോർ ദ പുവർ ആൻഡ് ഹെൽപ്ലെസ് മസ്റ്റ് ഷോ കൈൻഡ്നസ്. പാവപ്പെട്ടവരെ നമ്മൾ ഇഗ്നോർ ചെയ്യാനും അതേപോലെ തന്നെ അവരോട് കൈൻഡ്നസ്, അനുകമ്പ കാണിക്കണം, അതേപോലെ തന്നെ സിമ്പതി കാണിക്കണം. The poem teaches us to think about others and help them whenever we can. നമുക്ക് കഴിയുന്നതിനനുസരിച്ച് അവരെ സഹായിക്കണമെന്നതെല്ലാമാണ് ഈ ഒരു സീഡ്ലിംഗ് എന്ന പാഠത്തിലൂടെ ഒരു വിത്തിനെ സമാനമാക്കി പറയുന്നത്. ഇതെഴുതിയാലും നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, നെക്സ്റ്റാണ് വൈൽഡ് സ്വൈൻസ് അറ്റ് കൂൾ. എനിക്ക് തോന്നുന്നു വളരെ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് വൈൽഡ് സ്വൈൻസ് അറ്റ് കൂൾ. എക്സാമിന് ചോദിക്കാം, 100% ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് വൈൽഡ് സ്വൈൻസ് അറ്റ് കൂളിൽ നിന്ന്. എന്തെന്ന് വെച്ചാൽ ദ പോയം വൈൽഡ് സ്വൈൻസ് അറ്റ് കൂൾ ബൈ W.B. Yeats. W.B. Yeats എഴുതിയതാണ് വൈൽഡ് സ്വൈൻസ് അറ്റ് കൂൾ. ഡിസ്ക്രൈബ്സ് ദ പോയറ്റ് വിസിറ്റ് സ്കൂൾ പാർക്ക് വെയർ ഹി വാച്ചസ് എ ഗ്രൂപ്പ് ഓഫ് സൺസ്. പോയറ്റ് ഒരു കൂൾ പാർക്കിലോട്ട് വിസിറ്റ് ചെയ്യുകയാണ്. അവിടെ അദ്ദേഹം കുറച്ച് അരയന്നങ്ങളെ, സ്വാൻസിനെ കാണുന്നു. ഒരു ഓട്ടം സീസണിൻ്റെ സമയത്താണ് പോയതെന്നും തുടക്കത്തിലെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ദ മെയിൻ തീം ഓഫ് ദ പോയം ഈസ് ദ പാസിംഗ് ഓഫ് ടൈം. സമയത്തിൻ്റെ കടന്നുപോകലാണ് ഇതിലെ മെയിൻ തീം. ആൻഡ് ചേഞ്ച് ആസ് ദ പോയറ്റ് ഫീൽസ് ഓൾഡർ ആൻഡ് സാഡ് വൈൽ ദ സ്വൈൻസ് റിമെയിൻ യങ് ആൻഡ് ഫുൾ ഓഫ് എനർജി.
പോയറ്റ് എന്താണ്, പോയറ്റിൻ്റെ ഏജ് പോകുന്നുണ്ട്, പോയറ്റ് വളരുന്നുണ്ട്, പക്ഷേ ആ ഒരു സാൻസ് അവരുടെ ബ്യൂട്ടി വളരുന്നതേ ഉള്ളൂ, അവർ ഏജിങ് ഇല്ല. എന്താണ്, അവർ ഫുൾ ഓഫ് എനർജിയിൽ തന്നെയാണ്. അതാണ് കവി പറയുന്നത്. ഏഡ്സ് ക്രിയേറ്റ്സ് ബ്യൂട്ടിഫുൾ ഇമേജറി ഓഫ് ഓട്ടം ട്രീസ്, ഡ്രൈ പാത്സ്, സ്റ്റിൽ വാട്ടർ ആൻഡ് ഷൈനിങ് സൺ. ഏഡ്സ് എന്താണ്, മനോഹരമായ ഓട്ടം ട്രീസിനെ പറ്റിയും ഡ്രൈ പാത്സിനെ പറ്റിയും പിന്നെ വെള്ളത്തെ പറ്റിയും പോൺസിനെ പറ്റിയും എല്ലാം അദ്ദേഹം എന്താണ് വർണ്ണിക്കുന്നു. He uses contrast to show the indifference between himself and the swans. സ്വാൻസും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തെ ആണ് അവിടെ പറയുന്നത്. ആൻഡ് സിമ്പിൾ ഈസ് ആസ് ദ സ്വാൻസ് സ്റ്റാൻഡ് ഫോർ ദ യൂസ്. സ്വാൻസ് എന്താണ്, യൂത്തായിട്ടും അതേപോലെ ലവ് ആയിട്ടും ലാസ്റ്റിംഗ് ബ്യൂട്ടി, ആ ഒരു സൗന്ദര്യമായിട്ടുമാണ് അവിടെ അതിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ദ റിപ്പീറ്റഡ് സൗണ്ട് ഓഫ് ദെയർ വിങ്സ് ആഡ്സ് ടു ദ മ്യൂസിക്കൽ എഫക്റ്റ് ടു ദ പോയം. എന്താണ്, അവരുടെ ആ ഒരു ചിറകടി എന്താണ് അവിടെ ഒരു പാട്ടായിട്ടാണ് അവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. ദ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് ദാറ്റ് വൈൽ ഹ്യൂമൻ ലൈഫ് ചേഞ്ചസ് വിത്ത് ഏജ്, നേച്ചർ കണ്ടിന്യൂസ് ടു റിമെയിൻ ബ്യൂട്ടിഫുൾ ആൻഡ് ലീവ്ലി, ടീച്ചിങ് അസ് ടു അക്സെപ്റ്റ് ചേഞ്ച് ആൻഡ് വാല്യൂ ദ ബ്യൂട്ടി. നമ്മളുടെ ഉള്ളിലെ സത്യങ്ങളെ നമ്മൾ തന്നെ മനസ്സിലാക്കണം, അതിനെ സഹിക്കണം എന്നതാണ്. പ്രകൃതിയെ സ്നേഹിക്കുക എന്നതെല്ലാമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് നല്ല ചാൻസ് ഉള്ളതാണ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടോ പഠിക്കണം. നെക്സ്റ്റ് ആണ് മിറർ. മിററും അതേപോലെ തന്നെ വൈൽഡ് സ്വൈൻസിൻ്റെയും കൂട്ട് തന്നെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി ഒരു ടഫായിട്ടുള്ളതാണ്. ഇതെല്ലാം നമ്മളുടെ പ്രായത്തെ അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന വളങ്ങളാണ്. സീഡ്ലിംഗ് ആയാലും വൈൽഡ് സ്വൈൻസ് ആയിട്ട് കൂളായാലും മിറർ ആയാലും. മിറർ എഴുതിയത് സിൽവിയ പ്ലാത്താണ്. ദ പോയം മിറർ ബൈ സിൽവിയ പ്ലാത്ത് സ്പീക്സ് അബൌട്ട് ദ ട്രൂത്ത്, സെൽഫ് ഐഡൻറ്റിറ്റി ആൻഡ് ഫിയർ ഓഫ് ഗ്രോയിങ് ഓൾഡ് ത്രൂ ദ വോയിസ് ഓഫ് എ മിറർ. ഒരു മിററിനെ പ്രതികരിച്ചുകൊണ്ട് എന്താണ് ഒരാളുടെ സെൽഫ് ഐഡൻറ്റിറ്റി, അതേപോലെ തന്നെ അവർ പ്രായമാകുന്നതിൻ്റെ പേടി എല്ലാം ഒരു മിററിൻ്റെ ശബ്ദത്തിലൂടെ പറയുകയാണ്. ആൻഡ് ലേറ്റർ എ ലേക്ക്. അതിനെ എന്താണ് പിന്നെ അദ്ദേഹം രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒരു ലേക്കാണെന്നാണ് പറയുന്നത്. ആദ്യമേ പറയുന്നത് ഒരു സിൽവർ ആണെന്നാണ് അല്ലേ. ദ മെയിൻ തീം ഓഫ് ദ പോയം ഈസ് സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് പാസിംഗ് ഓഫ് ടൈം. സമയത്തിൻ്റെ പോക്കലിനെയും സെൽഫ് റിഫ്ലക്ഷനെയുമാണ് ഇവിടെ പറയുന്നത്. ആസ് ദ മിറർ ഷോസ് എ വുമൺ ഹെർ റിയൽ ഫേസ് വിത്തൗട്ട് ഹൈഡിങ് എനിത്തിങ്. മിറർ എന്താണ്, മിറർ കാണുന്നതെല്ലാം എന്താണ് ഹൈഡ് ചെയ്യാതെ അത് കാണിക്കും. എന്നാൽ ഒരു വുമൺ അവരെ എന്താണ് എത്തി നോക്കിയപ്പോൾ അവരുടെ വുമൺ എന്താണ് നേരത്തെ കണ്ടതിനെക്കാട്ടിൽ എന്താണ് ഏജിങ് ആയെന്ന് കാണിച്ചു കൊടുത്തു. ദ പോയറ്റ് യൂസസ് ക്ലിയർ ഇമേജറി. എന്താണ് സിൽവർ മിറർ എന്ന് പറയുന്നതൊക്കെ ഇമേജറിയാണ്. പിങ്ക് വാള്, സ്റ്റിൽ ലേക്ക് ആൻഡ് ടെറിബിൾ ഫിഷൊക്കെ എന്താണ് നമ്മളുടെ ഉള്ളിൽ സ്ട്രോങ് പിക്ചേഴ്സ് കൊണ്ടുവരുന്നു ആ ഒരു ഇമേജറിയിലൂടെ സിൽവിയ പ്ലാത്ത്. She uses personification by making the mirror and the lake speak and think like human being. മനുഷ്യരെ പോലെ തന്നെ എന്താണ് പുഴ സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ മിറർ സംസാരിക്കുന്നത് പോലെയെല്ലാം ഒരു പെർസോണിഫിക്കേഷൻ വന്നു. അതേപോലെ തന്നെ മെറ്റഫറായിട്ട് ബൈ ചേഞ്ചിങ് ദ മിറർ ഇൻ ടു എ ലേക്ക് ലൈക്ക് ദ ഷോ ഡെപ്ത് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഒരു വുമൻ്റെ വളർച്ച എന്നത് എന്താണ് ഒരു മിററിൽ ലേക്ക് എന്ന പോലെയാണെന്ന് മെറ്റഫറുമുണ്ട്. ദ ലൈൻ ലൈക്ക് എ ടെറിബിൾ ഫിഷ് ഈസ് എ സിമിലി. ഒരു ലൈൻ ഉണ്ടല്ലേ, ലൈക്ക് എ ടെറിബിൾ ഫിഷ് എന്ന് ലാസ്റ്റ് ഉണ്ട്. അതെന്താണ് ഒരു സിമിലിക്ക് എക്സാമ്പിളാണ്. ദാറ്റ് ഷോസ് ദ വുമൻസ് ഫിയർ. ആ ഒരു വുമൻ്റെ പേടി, പ്രായമാകുന്നതിൻ്റെ പേടിയെല്ലാമാണ് അതിൽ കാണുന്നത്. ദ മെസ്സേജ് ഓഫ് ദ പോയം ഈസ് ട്രൂത്ത് കനോട്ട് ബി ഹിഡൻ. എന്താണ് സത്യം മറച്ചു വെക്കാൻ സാധിക്കത്തില്ല എന്നതാണ് മെയിൻ തീം ഈ എല്ലാ പാഠത്തിൻ്റെയും. ആൻഡ് എവരി വൺ മസ്റ്റ് അക്സെപ്റ്റ് ദ ചേഞ്ചസ് ഇൻ ലൈഫ്, എസ്പെഷ്യലി ഏജിങ് വിത്ത് കറേജ് ആൻഡ് ഹോണസ്റ്റി. സത്യസന്ധതയോടെ തന്നെ എന്താണ് നമ്മൾ സത്യം മറച്ചു വെക്കാതെ നമ്മളുടെ ആ ഒരു പ്രായമായി എന്ന് മനസ്സിലാക്കി അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ജീവിക്കുക എന്നതാണ് മെയിനായിട്ടുള്ള സംഭവം. അന്നേരം ഈ ഒരു 5 അപ്രിസിയേഷനും നമ്മൾ കവർ ചെയ്തു. ഇതിലേതാണ് ചോദിക്കുന്നത് എന്നത് നാളത്തെ വീഡിയോയിൽ വരും. താങ്ക് യു.